പാലക്കാട് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രചരണ ഗാനം പുറത്തിറക്കി. യഥാർത്ഥ വിഷയങ്ങൾ മറച്ചുപിടിക്കാനാണ് ഡീലിന്റെയും പീലിന്റെയും പേരിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും രാഷ്ട്രീയം കളിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രകാശനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു. ശോഭയും സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും അങ്ങനെ ഒരു പറ്റം സ്ഥാനാർത്ഥികൾ ജയിച്ചു നിയമസഭയിൽ വരേണ്ട അത്യാവശ്യം അത് ആരുടെ ആവശ്യമാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് എല്ലാ പ്രചരണ യോഗങ്ങളിലും എനിക്ക് പങ്കുവയ്ക്കുവാൻ സാധിച്ചിട്ടുണ്ട്. വിമർശനം എന്ന് പറയുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഭരണവും പ്രതിപക്ഷവും രണ്ടുപേരും പെടും. പ്രതിപക്ഷ പാർട്ടികളെ അവരുടെ ചെയ്തികളെ സംബന്ധിച്ചും ആ ചെയ്തികളെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയാത്ത പ്രതിപക്ഷം എന്ന നിലയ്ക്ക് വിമർശന രൂപേണ പറഞ്ഞു പോയിട്ടുണ്ട്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ്. എന്തൊക്കെ വേണമായിരുന്നു, അത് സ്വർണ്ണക്കൊള്ളയുടെ കാര്യമായാലും കേന്ദ്ര പദ്ധതികളുടെ സ്കീമിന് അനുസൃതമായി എങ്ങനെ കേരളത്തിലെ ജനതയ്ക്കും കേന്ദ്രഭരണത്തിന്റെ നന്മ എത്തണമെന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ചില നിലപാടുകൾ സ്വീകരിച്ചതിന്റെ പുറത്ത് ജനങ്ങൾക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള എല്ലാ ശകലങ്ങളും ജനങ്ങളുടെ ബോധ്യത്തിലേക്ക്, വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന ജനതയുടെ ബോധ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് ഫലം കണ്ടിട്ടുമുണ്ട്. വികസനത്തിൽ രാഷ്ട്രീയം കലർത്തരുത്. താൻ സമർപ്പിച്ച പദ്ധതികൾ പോലും കാലതാമസം വരുത്താനാണ് ഇവരുടെ ശ്രമം. ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പൊതുജനങ്ങളാണെന്ന് ഇക്കൂട്ടർ വിസ്മരിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ ദുര്യോഗം വരും തലമുറയാണ് അനുഭവിക്കുക. പദ്ധതികളെ രാഷ്ട്രീയത്തിന്റെ പേരിൽ വേർപിരിച്ച് കാണുന്നതും ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജനപ്രതിനിധികൾ തങ്ങളുടെ നാടിന് നൽകിയത് എന്താണെന്ന് വോട്ടർമാർ അന്വേഷിച്ച് മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ, നേതാക്കളായ പ്രമീള ശശിധരൻ, M ശശികുമാർ, കൗൺസിലർ വിസ്മയ, N ഷൺമുഖൻ, K ഗിരീഷ്, G പ്രഭാകരൻ, C മധു, സുമലത മുരളി എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.